ഈ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പാൻ ദുക്കാനിലും കിട്ടും, വലിയ മഹലിലും കിട്ടുമെന്ന് പറഞ്ഞ മാതിരിയാണ്. നമ്മൾ ചെറിയ തോതിലുള്ള മധ്യസ്ഥ പ്രാർത്ഥനകളും ചെയ്യാം. എന്നാൽ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയിൽ വളരെ 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 ഉയരത്തിൽ ചെല്ലാൻ പറ്റിയ ഒരു ശുശ്രൂഷയാണ് മധ്യസ്ഥ പ്രാർത്ഥന. ഒരുപാട് ആളുകൾക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ല. നമ്മൾ ആ അറിവിലേക്ക് വരണം. അറിവില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരിക്കൽ ഞാൻ എൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പിനെക്കുറിച്ച് ഭയങ്കര അഭിമാനത്തോടെ ഒരാളോട് പറയാൻ, ഞങ്ങളുടെ കൂടെ 35 പേര് ദിനരാത്രം പ്രാർത്ഥിക്കുന്നവരുണ്ടെന്ന്. അപ്പോൾ ഈ കേട്ടത് ഒരച്ഛനാണ്. ഇപ്പോൾ നമ്മൾ അച്ഛന്മാരെ കുറ്റം പറയല്ല, ആ ഒരാശയം പറയാം. ഒരച്ഛനായിട്ടും അച്ഛൻ പറയണം, അതിൻ്റെ അർത്ഥം ഒരു പണിയില്ലാത്ത കുറേ ആൾക്കാരുണ്ടെന്നോ? ഷോ, എൻ്റെ കർത്താവ്, എൻ്റെ ചങ്കിൽ ഒരു വാൾ കയറിയ മാതിരി എനിക്ക് തോന്നി. അവർ സകല പണിയും ഉപേക്ഷിച്ച്, ജീവിതത്തിലെ സകലത് ഉപേക്ഷിച്ച് കർത്താവിന് വേണ്ടി ഒരു ചാവേർപ്പട പോലെ വന്നിരിക്കുകയാണ്. എല്ലാ ദിവസവും ഉപവസിച്ചു, ചിലർ 40 ദിവസം ഉപവസിച്ച് ദിനരാത്രം കരയുന്ന. പക്ഷേ അത് ഞാൻ പറഞ്ഞതൊന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൻ്റെ വിവരണം പോരാണ്ടായിട്ടോ, അല്ലെങ്കിൽ ആ മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷ എന്നത് ഇന്നും പലർക്കും അജ്ഞാതമാണ്, അതിനെക്കുറിച്ച് അറിവില്ല. മനസ്സിലായോ? ചില സ്ഥലത്തെല്ലാം ഈവൻ നാഷണൽ കൺവെൻഷന് വരെ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേരത്തെ ആളെ വിട്ട്, സാധാരണ 40 ദിവസം മുൻപേ, കൺവെൻഷന് 40 ദിവസം മുമ്പേ മധ്യസ്ഥ പ്രാർത്ഥനക്കാർ ആ സ്ഥലത്ത് പോയിരുന്ന് 40 ദിവസം ഉപവസിച്ച് രാപകൽ ആരാധിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങളൊരു കോർ ഗ്രൂപ്പ് മാതിരിയാണ് ഞാൻ ചിന്തിക്കണേ, കേട്ടോ, ഇല്ലേ? നിങ്ങളെല്ലാവരും 25 വർഷത്തിൽ കൂടുതൽ നവീകരണത്തിലുള്ള ആൾക്കാരാണെന്നുള്ള ബോധ്യത്തിലാണ് പറയണത്. അതുകൊണ്ട് ഈ പറയണതിനെ ആ രീതിയിൽ കണക്കാക്കണം, കേട്ടോ. നമ്മളാരെയും കുറ്റം പറയല്ല, ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചതോടുകൂടി നമ്മൾ രജിസ്ട്രേഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആൾക്കാർ വരാൻ പ്രാർത്ഥിക്കുന്നു. കൺവെൻഷൻ്റെ എല്ലാ ആൾ കിട്ടിയാലല്ലേ കൺവെൻഷൻ ചെയ്യുള്ളൂ. ആളുകൾ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രഘോഷണം, എല്ലാ മേഖലകൾക്കും പ്രാർത്ഥിച്ച് അങ്ങനെ കൺവെൻഷൻ ഭയങ്കര വിജയമായി. അവസാന ദിവസം നന്ദി പറയുമ്പോൾ ഇവരെ മാത്രം ആരും ഓർക്കാറില്ല, മധ്യസ്ഥ പ്രാർത്ഥനക്കാരെ. കാരണം അവരവിടെ ഒന്നുമില്ല. അവർ പ്രകടമായ ഒരു പ്രഘോഷണവും നടത്തുന്നില്ല, ഒരു ബാഡ്ജുമില്ല, ആരും അവരെ കണ്ടിട്ടില്ല. അവർ അകത്ത് എവിടെയോ ഒരു സ്ഥലത്ത് ചാപ്പലിലിരുന്ന് ദിനരാത്രം പ്രാർത്ഥിക്കുക. ഇത് കുറ്റം പറയാനല്ല, സാധാരണ ഇങ്ങനെ നടക്കാറ്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറയും, എൻ്റെ ബ്രദറേ, ഞങ്ങൾ ഇത്രയും ചങ്ക് പൊട്ടി പറഞ്ഞിട്ട് ഞങ്ങളെക്കുറിച്ച് ഒരു വാക്ക് കൺവെൻഷൻ്റെ. അപ്പോൾ ഈ നന്ദി പറയുന്ന ആൾക്ക് ഈ മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമൊന്നും ഉണ്ടാവില്ലായിരിക്കാം, അല്ലെങ്കിൽ അതിനാരും പരിഗണിക്കുന്നില്ല വേണ്ട മാതിരി. ഞാൻ പറയുമോ അപ്പോൾ അവരോട്, നിങ്ങൾ വിഷമിക്കേണ്ട, ഈ നാട്ടിലുള്ള, അതായത് ഈ ഭൂമിയിലുള്ള ആൾക്കാർക്കേ നിങ്ങളെക്കുറിച്ച് അറിയാണ്ടുള്ളൂ. പക്ഷേ സ്വർഗത്തിൽ നിങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അതൊരു ഗ്യാരണ്ടിയാണ്. സ്വർഗത്തിൽ നമ്മളെക്കുറിച്ച് എല്ലാവരും അറിയാം. കാരണം സ്വർഗത്തിൽ കർത്താവ് ഈശോ മിശിഹ തന്നെയാണ് ഇവിടെ ഇരിക്കണതും. ആ ഈശോ മിശിഹയുടെ മുമ്പിൽ കുറേ ആൾക്കാർ ദിനരാത്രം ഇരിക്കുമ്പോൾ ഈ മാലാഖമാർക്കൊക്കെ അസൂയാണ്. ഷീടോ, ഇവർ ദിനരാത്രം നമ്മുടെ ഈശോൻ്റെ കൂടെ ഇരിക്കണം. ഞാൻ ഈ ചില ശകലങ്ങൾ ഇങ്ങനെ എൻ്റെ മനസ്സിൽ വരാണ്ട് പറയട്ടെ. അതിനകത്ത് നിന്നൊക്കെ നിങ്ങൾക്ക് ചില ആശയങ്ങൾ കിട്ടുന്നുണ്ടോ ഇല്ലയോ? ഇപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇപ്പോൾ ഈശോന് ഇവിടെ 24 മണിക്കൂർ ആരാധനയുണ്ട്.
ഇവിടുന്ന് സെക്രട്ടറിയോ അല്ലെങ്കിൽ ഇതിൻ്റെ സംഘാടകരാരെങ്കിലും ആൾക്കാരെ വിളിച്ചാൽ നിങ്ങളൊന്ന് 1 മണിക്കൂർ വന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാമോ, അല്ലെങ്കിൽ നിങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ തന്നെ ഇങ്ങനെ ഒന്ന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരാമോ എന്ന് ചോദിച്ചാൽ നോക്കട്ടെ, സമയമുണ്ടെങ്കിൽ വരാം. ഏതാണ്ട് വലിയൊരു ഔദാര്യമാരിയാണ്. എൻ്റെ എല്ലാം ഭയങ്കര ജോലി തിരക്കാണ്, അതെല്ലാം കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ വരാം. ഇങ്ങനെയല്ലേ സാധാരണ ആൾക്കാർ ഉത്തരം പറയാറ്. എന്നാൽ അതിൽ ചില ആൾക്കാർ പറയും, അയ്യോ എന്നെ ഈശോൻ്റെ അടുത്ത് ഇരിക്കാൻ വിളിക്കുകയാണോ? എന്നെയോ? ആ, നിങ്ങളെ വേറെ ആരെയല്ലേ? ഇല്ല, നിങ്ങളെ തന്നെയാ. ഓ, എന്നാൽ ഞാൻ എല്ലാ ജോലിയും വിട്ടിട്ട് ഓടി വരാട്ടോ. കേട്ടോ, വ്യത്യാസമുണ്ടോ ഇതിൽ? അപ്പോൾ പ്രാർത്ഥന എന്നതിനേക്കാൾ ഉപരി എന്ത് മനോഭാവത്തിലാണ് പ്രാർത്ഥന, അതിന് എത്രത്തോളം വില കൊടുക്കണോ എന്നുള്ളതാണ് വിഷയം. അതിനെത്രത്തോളം നമ്മൾ വില കൊടുക്കണം. അത് വളരെ അങ്ങനെ പ്രാർത്ഥന കർത്താവുമായിട്ട് അങ്ങ് ഒട്ടിച്ചേരണമെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് വരാണെങ്കിലും കർത്താവ് കരുണയാണ്, വന്നോളൂ. പക്ഷേ അവിടെ നമ്മളുടെ ആ പ്രാർത്ഥനയുടെ ഒഴുക്കും ശക്തിക്കുമൊക്കെ ഒരു വീര്യമില്ലാത്ത മാതിരി വരും. വീര്യമില്ലാത്ത പ്രാർത്ഥനയ്ക്ക് വീര്യമുണ്ടാകണമെങ്കിൽ അതിനോടൊപ്പം പല കാര്യങ്ങൾ വേണം. അതിൽ പ്രധാന ഒരു കാര്യം വിശ്വാസമാണ്. നമ്മുടെ വിശ്വാസം, ആ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം എന്ത് ബോധ്യത്തിലാണ്? പ്രൈസ് ദി ലോർഡ്. അച്ഛൻ വന്നു. ഞാൻ നിർത്തണോ? ഓക്കെ, നമുക്കൊന്ന് കൈയടിച്ച് അച്ഛനെ സ്വാഗതം ചെയ്യാം. ഓക്കെ, അപ്പോൾ ജോൺ ഓഫ് ദ ക്രോസ്, അമ്മ ത്രേസ്യ, കൊച്ചു ത്രേസ്യ, ഇവരെല്ലാം അരച്ച് കലക്കി കുടിച്ചേക്കണ അച്ഛനാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ നമ്മളോട് കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും പ്രാർത്ഥനയെക്കുറിച്ച്. അപ്പോൾ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ വാസ്തവത്തിൽ ഒരു 25 വർഷമായി ഞാൻ എൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും കാതലായ ഭാഗം മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഇന്ന് വെളുപ്പിന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പറഞ്ഞു, കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ട്, നീ ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ച് ഏകാന്തതയിൽ എൻ്റെയോടൊപ്പമായിരിക്കുക. അപ്പോൾ ഞാൻ സൈലൻറ്റിലിട്ടിട്ട് വെച്ചിട്ട് ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ എന്ന് ഇടയ്ക്ക് പോയി ഒന്ന് നോക്കൂല്ലേ. അവർ നോക്കണ്ട, നീ അങ്ങോട്ട് നോക്കണ്ട എന്ന് പറഞ്ഞു. ഞാനിതൊക്കെ എൻ്റെ ബലഹീനത പറയുകയാണില്ലേ, ഇതൊക്കെ തന്നെ നമുക്കെല്ലാവർക്കും ഉണ്ടാവുമോ ഇല്ലയോ? അതാണ്. ഇന്ന് അതിന് ഞാൻ വിജയിച്ചു. ഞാൻ നോക്കിയില്ല ഫോൺ. എന്നിട്ട് എന്നോട് പറയാണ്, എനിക്ക് ഏകാന്തതയിലിരുന്ന് പ്രാർത്ഥിക്കണം കുറേ സമയം എൻ്റെയോടൊപ്പം. അങ്ങനത്തെ ആൾക്കാർ വേണം. ഇപ്പോൾ നമ്മൾ കരിസ്മാറ്റിക് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ ചിന്തിക്കണേ. കരിസ്മാറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് കൂടി സ്തുതിപ്പും ആരാധനയും ഇത് വേണം. പക്ഷെ അതിന് മുൻപൊരു ഘട്ടമുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ പരിശുദ്ധാത്മാവിലൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അകത്ത് വന്ന ഈശോ തന്നെ കാണിച്ചു തരികയാണ്. ഞാൻ 30 വർഷം പരസ്യമായിട്ട് വലിയൊരു പ്രാർത്ഥന നടത്തിയിട്ടില്ല, ഏകാന്തതയിലാണ് പ്രാർത്ഥിച്ചത്. ഈ മാതാവും ഔസേപ്പിതാവും വല്ല ടെലിഫോൺ ചെയ്തതായിട്ടോ എന്ന് പറഞ്ഞാൽ ആരോടെങ്കിലും സംസാരിച്ചതായിട്ടോ നമ്മൾ കാണുന്നുണ്ടോ? ഏറ്റവും സൈലൻറ്റ് പേഴ്സണാലിറ്റീസാണ്. പരിശുദ്ധ പിതാവ് പോപ്പ് ബെനഡിക്റ്റ് പറയാറുണ്ട്, അപ്പോൾ കുറച്ച് കോൺട്രവേഴ്സി ഉണ്ടല്ലോ, മാതാവ് സന്ദേശം തരണമെന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ സന്ദേശത്തെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളാരെയും കുറ്റപ്പെടുത്തല്ല, അതിൻ്റെ ആ പ്രചരണത്തിൽ ആ മാതാവിൻ്റെ സന്ദേശം നോക്കിയാൽ അതിൽ പറഞ്ഞേക്കണ കാര്യങ്ങളൊക്കെ ഈശോ ബൈബിളിൽ പറഞ്ഞേക്കണ കാര്യങ്ങളൊക്കെ തന്നെയാണ്. മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ബെനഡിക്റ്റ് പിതാവ് പറയാണ്, മാതാവ് സ്വഭാവേന ഒരുപാട് സംസാരിക്കാത്ത ആളാണ്. ഇപ്പം പെട്ടെന്ന് എങ്ങനെയാണ് സംസാരിക്കാൻ തുടങ്ങിയത് എന്നുള്ള മാതിരി.
ഞാനീ പറയണത് ജനറലായിട്ട് ഈശോ, മാതാവ്, ഔസേപ്പിതാവ്, ഇങ്ങനെ പുതിയ നിയമത്തിലെ തന്നെ മാത്രമല്ല പഴയ നിയമത്തിലെ ആൾക്കാരെ നോക്കിയാൽ തന്നെയും വലിയ പ്രാർത്ഥനക്കാരാണെങ്കിൽ അവരൊക്കെ ഒറ്റയ്ക്ക് ഏകാന്തതയിൽ എവിടെയെങ്കിലും ഒളിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവരൊരു പരസ്യത്തിലേക്ക് വരും. ആ പരസ്യ ശുശ്രൂഷയിൽ ശക്തി ഒഴുകണമെങ്കിൽ അതിനു മുമ്പ് ഒരു രഹസ്യ ശുശ്രൂഷ, ഒരു ഏകാന്തതയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണ ഒരു കാലഘട്ടം വേണം. ഒരു കാലഘട്ടത്തിൻ്റെ അവസ്ഥയിലും ഒരു ദിവസത്തിൻ്റെ അവസ്ഥയിലും മണിക്കൂറുകളുടെ അവസ്ഥയിലും. ഇപ്പം ഇന്ന് ഞാൻ 4 മണി മുതൽ 7 മണി വരെ ഏകാന്തതയിലിരുന്ന് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് എനിക്കിനി വൈകുന്നേരം വരെ പരസ്യമായിട്ട് ശുശ്രൂഷ നടത്താം. അതിനുള്ള ശക്തി എൻ്റെ ഉള്ളിൽ വന്നു. ഞാൻ 9 ദിവസത്തെ ധ്യാനമെല്ലാം നയിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ അതിനു മുമ്പ് ഒരു ദിവസം മുഴുവനും വേറെ ഒന്നിലും ഇടപെടാതെ ഏകാന്തതയിൽ ഇരിക്കണം. അപ്പോൾ ഈ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലുമുള്ള എല്ലാ പ്രവാചകന്മാരെയും പ്രാർത്ഥനക്കാരെയും നോക്കുകയാണെങ്കിൽ അവരുടെ എല്ലാം ജീവിതത്തിൽ ഒരു മരുഭൂമി അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതൊരു നെഗറ്റീവായിട്ടല്ല. ഒരാളും ഈശോ തന്നെ മാമോദീസ സ്വീകരിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഈശോ ഭയങ്കര ആത്മാവിൻ്റെ നിറവിൽ വന്നിട്ട് ഈശോ എന്തു ചെയ്തു? ഏകാന്തതയിലേക്ക്, ഒരു മരുഭൂമിയിലേക്ക് അങ്ങ് പോയി. എന്ന് പറഞ്ഞാൽ അവിടെ ആരും നമുക്ക് ചുറ്റും ഇല്ല, നമുക്ക് ചുറ്റും ആരുമില്ല. നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? ചിലവരൊക്കെ പറയാറുണ്ട്, എൻ്റെ ബ്രദർ എനിക്ക് ആരുമില്ല, മക്കളെല്ലാം പുറത്താണ്, ഭർത്താവില്ല, അല്ലെങ്കിൽ അപ്പോൾ ഞാൻ പറയും പ്രൈസ് ദ ലോർഡ്, അപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു അവസരമാണല്ലോ. എന്നാലും ബ്രദറെ ഈ ഒറ്റയ്ക്കുള്ള ജീവിതം മടുത്തു. അല്ല, ഇതൊരു വിളിയാണ്, ഇതൊരു വിളിയാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ കർത്താവുമായിട്ട് ഏകാന്തതയിലാണ് നിങ്ങൾ. അപ്പോൾ ചിലവരെ അങ്ങനെ ആക്കിയിരിക്കുന്നുണ്ട് കർത്താവ്. അവരെങ്കിലും അതൊന്ന് സ്വീകരിക്കുക ഒരു വശത്ത്. മറ്റുള്ളവർ, ഇപ്പം നമ്മൾ കുടുംബം ഉണ്ട്, ഭാര്യ, ഭർത്താവ്, മക്കളൊക്കെ ഉള്ളവരാണ് നമ്മൾ, അതൊന്നും വിട്ടിട്ട് നമ്മൾ പ്രാർത്ഥിക്കണ്ട. പക്ഷെ അവരുണ്ടായിരിക്കെ ഏതാനും സമയം ഏകാന്തതയിൽ ഈശോയോടൊപ്പം പ്രാർത്ഥിക്കണം. ഇനി നിങ്ങൾക്കൊരു വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. നമ്മളുടെ കുടം നിറഞ്ഞാലല്ലേ നമുക്കിത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയുടെ വലിയ ഒരു സിദ്ധാന്തം ഇതാണ്: നിറഞ്ഞ കുടത്തിൽ നിന്നേ നമ്മൾ കൊടുക്കാവൂ. നമ്മൾ കാലിക്കുടം കൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് നമ്മൾ നടക്കണം. ഞാൻ മധ്യസ്ഥ പ്രാർത്ഥനക്കാരനാണ്, അതുകൊണ്ട് അവിടെ വന്നു അധര വ്യായാമം പോലെ ഞാൻ ഇത്ര ഒത്ത ചെല്ലണം, ഇത്ര സ്വർഗസ്നായ പിതാവ് ചെല്ലണം, ഇങ്ങനെ അനുഷ്ഠാനത്തിൽ കുടുങ്ങിക്കിടക്കരുത്. നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നയിക്കലിന് വിട്ടുകൊടുക്കണം. പറയുമ്പം ചിലപ്പോൾ ഞാൻ വിമർശിക്കണമാതിരി തോന്നാം, പക്ഷെ തോന്നരുത്. നമ്മൾ നവീകരണം ആരംഭിച്ചപ്പോൾ നമ്മൾ ആർക്കും ഒരു സ്വയം പ്രേരിത പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ അറിയില്ലായിരുന്നു, ഇല്ലേ? ആരെങ്കിലും പറയുകയാണോ, ഒന്ന് പ്രാർത്ഥിക്കാൻ പറയുകയാണെങ്കിൽ ഞാനോ എന്ത് പ്രാർത്ഥിക്കും? കൂടി വന്നാൽ നമ്മൾ സ്വർഗസ്നായ പിതാവെന്ന് പ്രാർത്ഥിക്കും. കുറച്ചും കൂടിയാൽ ഒരു എത്രയും തേള്ള മാതാവും പ്രാർത്ഥിക്കും. പക്ഷേ ആ കാലഘട്ടം നവീകരണം വന്നതോടെ മാറി. ഒന്ന് ആലോചിച്ച് നോക്കി നമ്മൾ ആ നവീകരണ അനുഭവത്തിന് മുമ്പ് എന്താ നമ്മൾ പ്രാർത്ഥിച്ചിരുന്നത്? സ്വർഗസ്നായ പിതാവ് നന്മറിഞ്ഞറിയം കൂടി വന്ന ഒരു എത്രയും എന്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഇതാ. പക്ഷെ ഇപ്പം നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥന നിർത്താൻ പറ്റുന്നില്ല. അതാ പ്രശ്നമല്ലേ? പ്രാർത്ഥന നിർത്താം. പക്ഷേ ഇങ്ങനെ സ്വയം പ്രേരിത പ്രാർത്ഥനയ്ക്ക് ഇത്രയും തുറവി നമുക്ക് കിട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ മടങ്ങി പുസ്തക പ്രാർത്ഥനയിലേക്ക് വന്നിരിക്കുകയാണ്. എല്ലാവരുടെ അടുത്തും ഒരു പുസ്തകം.
നമ്മൾ ആരെയും കുറ്റം പറയല്ല. നമ്മൾ പുസ്തകം ഉണ്ടായിക്കോട്ടെ, എന്നാലും നമ്മൾ ഈ സ്വയം പ്രേരിതമായി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിലൂടെ നയിക്കുന്ന പ്രാർത്ഥനയാകണം. അതാണ് കരിസ്മാറ്റിക് മധ്യസ്ഥ പ്രാർത്ഥന, കരിസ്മാറ്റിക് ഇൻ്റർസെഷൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ വീണ്ടും പഴയ പുസ്തക അച്ചടി പ്രാർത്ഥനകൾ നോക്കി വായിക്കണം, എല്ലാവരും ഏറ്റു പറയണു. അത് ഒരു അധര വ്യായാമം പോലെ പോകരുത്. ഇത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ആത്മാവ് ഒന്ന് തന്നെ, ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും. പക്ഷേ ആത്മാവ്, പരിശുദ്ധാത്മാവ് നവീകരണത്തിലൂടെ എന്താ ആഗ്രഹിക്കണേ? ആത്മാവിൻ്റെ ഉത്കൃഷ്ട ദാനങ്ങൾക്കായി തീഷ്ണതയോടെ ആഗ്രഹിക്കാനും പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഓക്കെ, ഞാനിങ്ങനെ പറഞ്ഞു പോവുകയാണ് കേട്ടോ. എന്ത് പറയണമെന്നുള്ള ലിസ്റ്റൊന്നും എൻ്റെ അടുത്തില്ല. കാരണം ആത്മാവ് പ്രേരിപ്പിക്കണ മാതിരിയാണ് നമ്മൾ പറയണത്. ചിലപ്പോൾ ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിച്ചേരനില്ലാത്ത മാതിരി തോന്നും. പക്ഷെ അവസാനമാകുമ്പോഴേക്കും പരിശുദ്ധാത്മാവ് അതൊക്കെ ചേർക്കും. ഈ ഇടയ്ക്ക് എനിക്കുണ്ടായ ഒരു വലിയ സന്തോഷം നിറഞ്ഞ അനുഭവം, ഞാനിങ്ങനെ ചില സാഹചര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒരനക്കില്ല. അപ്പോഴാണ് ഈ വചനം ഇങ്ങനെ ട്യൂബ്ലൈറ്റ് മാതിരി ഇങ്ങനെ മിന്നി മിന്നി വരികയാണ്. ഏത്? റോമർ 8:26, റോമർ 8:26-27, റോമർ 8:26-27. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനമാണത്, ഇല്ലേ? നമ്മുടെ ബലഹീനതയിൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്കറിയില്ല. ഒന്ന് വായിച്ചേ. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത്, എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട്, വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളോടെ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഇത് നമ്മൾ സാധാരണ ഈ വചനം പറയാറുള്ളത് വരദാനങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, ഭാഷാപരത്തെക്കുറിച്ച് പഠിപ്പിക്കുക, ഇത് പറഞ്ഞങ്ങ് പോകും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് വലിയ ഒരു സഹായമാണ്. എല്ലാവരും ശബ്ദമുയർത്തി ആ വചനം ഒന്നും കൂടി ഏറ്റു പറഞ്ഞ്. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. അടുത്ത വചനം കൂടി വായിക്കാം. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിന്റെ ഇംഗിതം ഗ്രഹിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് ദൈവഹിതമനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്. ഇപ്പം ഇവിടെ രണ്ട് ആത്മാവുണ്ട്. ഇവിടെ ഏതാണ് എന്താണെന്ന് മനസ്സിലാവണം. ഒന്ന് നമ്മുടെ ആത്മാവിനെക്കുറിച്ചും മറ്റൊന്ന് പരിശുദ്ധാത്മാവിനെക്കുറിച്ചുമാണ്. നോക്കിക്കോ, ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ നമ്മുടെ ആത്മാവിനെ അറിയാം, നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ. അതറിയുന്ന പരിശുദ്ധാത്മാവ് ദൈവഹിതമനുസരിച്ച് വിശുദ്ധർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി, വിശുദ്ധർക്ക് വേണ്ടി. ആരായി വിശുദ്ധർ? ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ദൈവമക്കളായിരിക്കുന്ന എല്ലാവരും വിശുദ്ധരാണ്. ജീവൻ്റെ അടയാളത്താൽ മുദ്രകുത്തപ്പെട്ടവർ, ത്രിത്വൈക ദൈവം വസിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണവർ. അപ്പോൾ ഞങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഞാനും കൂടി ഇരുന്ന് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഒരു മേഖലയ്ക്ക് വേണ്ടി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഒരനക്കില്ല. അപ്പോൾ ഒരു വണ്ടി, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഈ കയറ്റം അല്ലേ, ഇവിടെ നിന്ന് മുകളിലേക്കുള്ള കയറ്റം, ഇതുപോലെ ഒരു വലിയ റോഡാണ്. ഒരു കയറ്റത്ത്
ഒരു വണ്ടി കയറണില്ല. മാത്രമല്ല അത് പുറകോട്ട് വരാൻ തുടങ്ങുന്നു. അതിൻ്റെ അർത്ഥം ഒരു സിംബോളിക്കായിട്ടൊരു ദർശനമാണത്. നമ്മൾ വേണ്ട വിധം പ്രാർത്ഥിക്കണില്ല. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ അതിങ്ങ് പുറകോട്ട് പതുക്കനെ വരുമ്പോൾ പുറകു വശത്തൊരു വയസ്സായ അമ്മാമ്മ ഇത് കാണാണ്ട് അങ്ങോട്ട് നടക്കണം. ദൈവമേ, ഇപ്പോൾ അത് വന്ന് ഇടിച്ചത് വീഴും. ആ സമയത്ത് ദൈവമേ പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി എൻ്റെ ഉള്ളിൽ നിന്ന് ഈ റോമർ 8 ഇങ്ങ് പുറത്തു വന്നു. ഞങ്ങൾക്ക് അറിഞ്ഞൂടെ ഇനി എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്. അപകടമാണ് ഇപ്പോൾ വരാൻ പോണത്, അല്ലെങ്കിൽ അത്രയ്ക്ക് അർജൻറ്റ് നീഡാണ്. മുന്നോട്ട് പോകുന്നില്ല എന്ന് മാത്രമല്ല, അത് പിന്നോട്ട് വരണം. പിന്നോട്ട് വന്നാൽ അപകടം. ഇതൊരു സിംബോളിസമാണ്, അപകടമാണ്. എന്തിനു പറയണു? ഞങ്ങൾക്കറിയില്ല കർത്താവേ, ഇനി എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയില്ല. നമ്മൾ സാധാരണ ഇത്ര കൊന്ത എല്ല്, എത്ര എന്താളാതെ ഇല്ല, അങ്ങനെ എല്ല്, ഇങ്ങനെ എല്ല്, കുരിശിൻ്റെ വഴിയല്ല്, പലതരത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്താലും അങ്ങനെ ഈ പരിശുദ്ധാത്മാവേ ഞങ്ങൾക്കറിയില്ല എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്. നിനക്കറിയാമല്ലോ, നീ ആ സാഹചര്യത്തിൽ ഇപ്പോൾ ഉണ്ട്. ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കണേ. ഇങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അങ്ങ് ഭാഷാവരത്തിൽ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് ഭാഷാവരത്തിൽ പരിശുദ്ധാത്മാവിനെ കൊണ്ട് അങ്ങ് പ്രാർത്ഥിപ്പിച്ചപ്പോൾ എന്ന് പറഞ്ഞ് വണ്ടി മുന്നോട്ട് നീങ്ങി. പ്രൈസ് ദ ലോർഡ്. മാത്രമല്ല സഭയുടെ പതാക അതിൽ കണ്ടായിരുന്നു. സഭയുടെ പതാക. ആ പതാക ഇങ്ങനെ കാറ്റിൽ എന്തെന്നാ അതിന് പറയണേ, കാറ്റിലിങ്ങനെ പറന്നുകൊണ്ട് ഈ വണ്ടി അങ്ങ് വളരെ വളരെ സ്പീഡിൽ അങ്ങ് മുന്നോട്ട് പോകാൻ തുടങ്ങി. ഞങ്ങൾക്ക് പ്രാർത്ഥന നിർത്താൻ പറ്റില്ല. കുറേ സമയം ആ ആത്മാവ് ഞങ്ങളെ കൊണ്ട് ഒരുമിച്ച് അങ്ങ് പ്രാർത്ഥിപ്പിച്ചു. അന്ന് അത് ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നടന്നു. ഭയങ്കര അത്ഭുതകരമായിട്ട് നടന്നു. പിറ്റേ ദിവസം പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും നമ്മുടെ ഗ്രൂപ്പിലിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ട്രാഫിക് ജാമാണ്. ഒരു ട്രാഫിക് ജാം. വേറൊരു സ്റ്റൈൽ. ഒരാളൊരു മോട്ടോർ സൈക്കിൾ, ഒരു സ്കൂട്ടറിന്, ആ സ്കൂട്ടർ മുന്നോട്ട് പോകണില്ല. മുമ്പിലാണെങ്കിൽ ഭയങ്കര ട്രാഫിക് ജാം. അപ്പോൾ വീണ്ടും നമുക്കിപ്പോൾ മനസ്സിലായി ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ എന്ന അവസ്ഥയിൽ പരിശുദ്ധാത്മാവെ പ്രാർത്ഥിക്കണേ. അങ്ങനെ ഞങ്ങൾ പരിശുദ്ധാത്മാവ് മധ്യസ്ഥം വഹിക്കണ പരിശുദ്ധാത്മാവേ, നമ്മൾ ഏത് സാഹചര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണോ ആ സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. ബിഷപ്പ്മാരിലുണ്ട്, വൈദികരിലുണ്ട്, അൽമായരിലുണ്ട്, സഭ മുഴുവനിലും ഓരോ വ്യക്തിയിലും പരിശുദ്ധാത്മാവ് ഉണ്ടോ ഇല്ലയോ? പരിശുദ്ധാത്മാവ് നീ എന്താ ചെയ്യണേ? നീ പ്രാർത്ഥിക്കേ, ഈ ജാം മാറണം എന്ന് പറഞ്ഞാൽ ആ സാഹചര്യം ആത്മീയമായ സാഹചര്യമാണ് എന്ന് പറഞ്ഞ് ഞങ്ങളോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ സ്കൂട്ടർ എന്ന് പറഞ്ഞ് സ്റ്റാർട്ടായി പുക തുപ്പി അവൻ ചക്ക എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ അവനെന്ത് ചെയ്യണു? ഈ ട്രാഫിക് ജാം അവിടെ ഇരിക്കെ ഈ 2 വണ്ടികളുടെ ഇടയിൽ കൂടി സ്കൂട്ടറാകുമ്പോൾ പോകാൻ എളുപ്പമായില്ലേ? ട്രാഫിക് ജാം അവിടെ തന്നെ ഉണ്ടെങ്കിലും ഈ വണ്ടികളുടെ ഇടയിൽ കൂടി ഈ സ്കൂട്ടർ ചക്ക എന്നങ്ങ് പോയി മുമ്പിൽ പോയി അങ്ങ് കയറി ഓടിച്ചു പോയി. പ്രൈസ് ദ ലോർഡ്. ഇപ്പം എന്താ തോന്നണേ? എളുപ്പമായല്ലോ. എളുപ്പമായോ ഇല്ലയോ? ഇങ്ങനെയാണ്, എളുപ്പമാണ്. മൂന്നാമതൊരു ദിവസം വലിയൊരു ഇൻറ്റൻഷൻ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരനക്കില്ല. നമുക്ക് ഫീൽ ചെയ്യൂലേ? പ്രാർത്ഥന കയറണില്ല, പ്രാർത്ഥനയ്ക്ക് അഭിഷേകം വരുന്നില്ല, നമ്മൾ പ്രാർത്ഥിച്ച കാര്യത്തിനൊരു ഒഴുക്ക് വരുന്നില്ല. ആ ഫീലിംഗ് വന്നപ്പോൾ വീണ്ടും നമ്മൾ പരിശുദ്ധാത്മാവേ നീ അവരിലുണ്ടല്ലോ, നീ അവരോരോരുത്തരിലുണ്ടല്ലോ, അവരെല്ലാം മാമോദീസ സ്വീകരിച്ചിട്ടുള്ളവരും കൂടിയാണ്. അല്ലെങ്കിൽ തന്നെ നീ ലോകത്തിലെല്ലാ മനുഷ്യരിലുണ്ട്.
പരിശുദ്ധാത്മാവേ, ഹൃദയങ്ങൾ അറിയുന്ന പരിശുദ്ധാത്മാവേ, അങ്ങ് മാധ്യസ്ഥം വഹിക്കണേ. എഴുതിയിരിക്കുകയാണ്, എത്ര പ്രാവശ്യം അവിടെ എഴുതിയേക്കണേ, പരിശുദ്ധാത്മാവ് മാധ്യസ്ഥം വഹിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ദൈവമേ, ഞാൻ കാണുന്നത് ഒരു കൂറ്റൻ റോക്കറ്റ്, വലിയ റോക്കറ്റ്. ഈ നമ്മളുടെ ഇൻസാറ്റൊക്കെ എന്താണ് പറയുന്നത്, സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യണ റോക്കറ്റ്, സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യണ റോക്കറ്റ്. ആ റോക്കറ്റ് കാണുകയാണ്. നമ്മൾ പ്രാർത്ഥനയോടെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്ന് പറഞ്ഞ് ആ റോക്കറ്റിന് തീ കൊടുത്ത് ഇതങ്ങ് മുകളിലോട്ട് പോവുകയാണ്. ഭയങ്കര ഒരു അനുഭവം ഞങ്ങൾക്കുണ്ടായി. അന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ റോക്കറ്റ് ജുജുജു എന്ന് പറഞ്ഞിങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഷടാ, ഈ രാവിലെ തീ കൊടുത്ത റോക്കറ്റാണല്ലോ, ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. രാത്രി ആയിട്ടും റോക്കറ്റ് തന്നെ കാണുന്നത്. പിറ്റേ ദിവസം രാവിലെ പ്രാർത്ഥിക്കുമ്പോണ്ടല്ലോ, ഈ റോക്കറ്റ് അങ്ങേ അറ്റത്ത് ചെന്നിട്ട് അതിൻ്റെ അറ്റത്തുള്ള ആ സാറ്റലൈറ്റ് ഭ്രമണപഥത്തിലെത്തിയിരിക്കണം. പ്രൈസ് ദ ലോർഡ്. അപ്പോഴും എനിക്ക് മുഴുവനൊന്നും മനസ്സിലായില്ല. അന്ന് വെളുപ്പിന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയാണ്, പരിശുദ്ധാത്മാവ് ഒരു പ്രാവശ്യം തീ കൊടുത്താൽ പിന്നെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല റോക്കറ്റിന്. ഇല്ലേ? എന്താണ് ആ സിമ്പിൾ പ്രതീകം? എന്താണ്? റോക്കറ്റിന് തീ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വല്ല പിടിയിട്ടോ, പിന്നെ വല്ലതും ചെയ്യാനുണ്ടോ? പിന്നെ നമുക്ക് വല്ലതും ചെയ്യാനുണ്ടോ? ഒന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യാൻ പറ്റുമില്ല. അത് അങ്ങ് പോയിക്കോളും. അത് താനേ അതിൻ്റെ ഭ്രമണപഥത്തിൽ സാറ്റലൈറ്റിനെ നിക്ഷേപിച്ചോളും. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണുന്നുണ്ട്, ആ സാറ്റലൈറ്റ് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് സ്വതന്ത്രമായിട്ട് നമ്മളുടെ ഈ മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷ തന്നെ ഒരു പുതിയ ഭ്രമണപഥത്തിലേക്ക് നീങ്ങണം. ഈ മാനുഷിക തലത്തിൽ നിന്ന് വിട്ട് ഒരു വലിയ തലത്തിലേക്ക് നീങ്ങണോ വേണ്ടയോ? നമ്മുടെ പ്രാർത്ഥനകളും അനുഷ്ഠാനങ്ങളിൽ നിന്ന് വിട്ട് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്ന ആ ഒരു ബോധ്യത്തിൽ നമ്മളൊന്ന് ഹൃദയം തുറന്ന് വീണ്ടും ഒന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ, ഈ മധ്യസ്ഥ പ്രാർത്ഥന വരം തന്നെ ഞങ്ങളിൽ ആത്മാവിന്റെ അഭിഷേകത്തിലൂടെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നതാക്കി മാറ്റണമേ. ഞാനല്ല, പരിശുദ്ധാത്മാവാണ് പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥനാ ശുശ്രൂഷകളെല്ലാം റോക്കറ്റിന് തീ കൊടുത്ത പോലെ ആത്മാവിന്റെ ശക്തിയാലായിരിക്കണം. ആത്മാവിന്റെ ശക്തിയാലാണ് ദൈവഹിതമനുസരിച്ച് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ആത്മാവിനെ ഞങ്ങൾ വിട്ടുതരുന്നു. ഞങ്ങൾക്കറിയില്ല, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയില്ല. ആത്മാവ് തന്നെ മധ്യസ്ഥം വഹിക്കണമേ. എല്ലാവരും പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കണേ. ഓ പരിശുദ്ധാത്മാവേ, അങ്ങ് പ്രാർത്ഥിക്കണേ. ഓ പരിശുദ്ധാത്മാവേ, അങ്ങ് പ്രാർത്ഥിക്കണമേ. റോക്കറ്റിന് തീ കൊടുത്ത പോലെ ഞങ്ങളുടെ ബോധ്യമതങ്ങളിൽ, ഈ ലൗകിക മണ്ഡലങ്ങളിൽ നിന്നും ഈ ഭൗതിക മണ്ഡലങ്ങളിൽ നിന്നെല്ലാം ഉയർന്ന് ദൈവഹിതമനുസരിച്ച് മധ്യസ്ഥ പ്രാർത്ഥന വരം ദൈവഹിതമനുസരിച്ച് ആത്മാവ് പ്രാർത്ഥിക്കുന്നതാകണേ. പരിശുദ്ധാത്മാവെ പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അതരം തുറന്ന് നാവിന്റെ കെട്ടുകൾ അഴിഞ്ഞ് ഭാഷാപരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന വരം ഞങ്ങളിൽ ശക്തമാക്കണമേ, പുതിയതാക്കണമേ. ആത്മാവ് പ്രാർത്ഥിക്കുന്ന വരമാകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവ് പ്രാർത്ഥിക്കുന്നു.
പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥന വരം റോക്കറ്റ് പോലെ, റോക്കറ്റിന് തീ കൊടുത്ത പോലെ അഭിഷേകമാക്കണമേ. മധ്യസ്ഥ പ്രാർത്ഥന വരം വളർത്തണമേ, ഉയർത്തണമേ, ശക്തമാക്കണമേ. ഹല്ലബാ 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 ശലബലബലബലബലബലബലബല. പ്രൈസ് ദി ലോർഡ്. നമുക്കിരിക്കാം. ഓഫ് ചെയ്തോ? ഓഫാണ്? ഇല്ല. ഓക്കെ. ശാന്തമായി ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോ പറഞ്ഞു, നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കുക. ഒന്ന് കണ്ണടച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോ ഉണ്ട്. ആ ഈശോ പരിശുദ്ധാത്മാവും നമ്മുടെ ആത്മാവിനോട് ലയിച്ചുകൊണ്ട് നമ്മുടെ ആത്മാവിനെ എല്ലാ തരത്തിലും ജ്വലിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ആത്മാവിൽ ലയിച്ച് നമ്മുടെ എല്ലാ ചിന്തകളും വിട്ട് ആ ഏകാന്തതയുടെ ഒരേകാന്തതയാണ് ഈശോ. ഈശോ ചെറുപ്പം മുതലേ തന്നെ വളരെയധികം നാൾ ഏകാന്തതയിലായിരുന്നു. ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് 40 ദിവസം ഏകാന്തതയിൽ. മാതാവും ഔസേപ്പിതാവും എല്ലാം ഏകാന്തതയിൽ പ്രാർത്ഥിച്ചു. സകല വിശുദ്ധരുടെ ജീവിതത്തിൽ നോക്കിയാലും അവരെല്ലാം കുറേ സമയമെങ്കിലും ഏകാന്തതയിൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരവസ്ഥ. കതകടച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ ലയിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്